അസ്സലാമലൈക്കും, നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ജുനൈദ് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് രണ്ട് വണ്ടികളാണ് പരിചയപ്പെടുത്തുന്നത്. 2013 മോഡലിൽ 75,000 രൂപക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ടാറ്റ ഇൻഡിക്ക ഡീസൽ വണ്ടിയും, അതേപോലെ തന്നെ 2011 മോഡൽ 12 രജിസ്ട്രേഷനിൽ വരുന്ന LXi വാഗനറുമാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റ് നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായും നിങ്ങളൊരു വാഹനം അന്വേഷിക്കുന്ന, വാഹനം എടുക്കാനോ വിൽപ്പന ചെയ്യാനോ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. വാഹന വിശേഷങ്ങൾ പോട്ടെ. അപ്പം നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് ടാറ്റയുടെ ഇൻഡിക്കയാണ്. ഇത് 75,000 രൂപയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റ് കിട്ടുന്ന വണ്ടികളാണ് JR യൂസ്ഡ് കാർസിൽ ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ ഒരു വാഹനമാണ് പരിചയപ്പെടുക. 2013 മോഡലാണ്, ഡീസലാണ്, AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ സിൽവർ കളറിൽ വരുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നീറ്റ് ഒരു വണ്ടിയാണ്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ റീപ്ലേസ് കാര്യങ്ങളൊക്കെ, ഗ്ലാസ് പോലെയുള്ള ചെറിയ റീപ്ലേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വന്നിട്ടുള്ളത്. ടയർ ഒരു ആവറേജ് കുഴപ്പമില്ലാത്ത ടയർ കാര്യങ്ങളുണ്ട്. ഒരു 50% താഴെയായിട്ട് ഓടാനുള്ള ടയർ കാര്യങ്ങളുണ്ട്. സിൽവർ കളർ അങ്ങനെ നിരക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നല്ല മൈലേജ് ആണ്. ഒരു 20 കിലോമീറ്ററിന്റെ മുകളിലൊക്കെ നമുക്കൊരു മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു വണ്ടിയാണ്. KL60 രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ ഓണർ നമ്മുടെ മലപ്പുറത്ത് തന്നെയാണുള്ളത്. വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവറാണ്. അതേപോലെ തന്നെ നല്ല ലെഗ് റൂം വരുന്നുണ്ട്. ബൂട്ട് സ്പേസിലാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോറേജ് സ്പേസും വാഹനത്തിന് വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ് ആണ് ഉണ്ടാവുക. AC ഒക്കെ അത്യാവശ്യം നല്ല തണുപ്പിലാണ്. മാനുവൽ ഗിയർ ബോക്സ് ആണ്, ഡീസലാണ് വണ്ടി വന്നിട്ടുള്ളത്. നല്ല നീറ്റാണ് വണ്ടി. 2013 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ ഇൻഡിക്കയാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുന്നത്. വെറും 75,000 രൂപയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടിയുടെ വിശേഷങ്ങൾ നോക്കട്ടോ. നമ്മൾ പരിചയപ്പെടുന്ന രണ്ടാമത്തെ വാഹനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 2012 6 മാസം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള 2011 മോഡലിൽ വരുന്ന വാഗനറാണ്. ഈ ഒരു വണ്ടിക്ക് യാതൊരുവിധ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല. ബ്ലാക്ക് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത്. K സീരീസ് എഞ്ചിനിൽ വരുന്ന വണ്ടിയാണ്. കുഴപ്പമില്ലാത്ത മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കുക. ടയറൊക്കെ കുറവാട്ടോ, വലിയ കനത്തിലോടാനുള്ള ടയർ കാര്യങ്ങളൊന്നും വരുന്നില്ല. റൂഫ് റെയിലൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്ലാക്കിൽ നല്ല ഫിനിഷിംഗ് ഉള്ള വണ്ടിയാണ്. പുറകിലെ ടയർ അത്യാവശ്യം ഓടാണ്ട്, ഒരു 50% ഓടാനുണ്ട്. ബാക്കിലാണെങ്കിലും കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് റോയിൽ, അതായത് പുറകില് അത്യാവശ്യം വീതി കൂടിയ സീറ്റാണ് വരുന്നത്. അതേപോലെ ലെഗ് റൂം ആണെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് റൂം വരുന്നുണ്ട്. മൂന്നാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല തണുപ്പുള്ള AC കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. ഈ ഒരു വാഹനം നമ്മൾ ഉദ്ദേശിക്കുന്ന വില 2 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് JR യൂസർ കാർസിലാണ് ഈ ഒരു വാഹനം വരുന്നത്. JR യൂസർ കാർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷനിലാണ് വണ്ടി ഉള്ളത്. 2011 മോഡൽ 12 രജിസ്ട്രേഷനിൽ 2 ലക്ഷം രൂപക്കുള്ള വാഗനറാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ആദ്യം പരിചയപ്പെടുത്തിയത് വെറും 75,000 രൂപക്ക് 2013 മോഡൽ ഇൻഡിക്ക. ഇത്രയും സമയം നമ്മളൊരു വീഡിയോ കാണാൻ വേണ്ടി സമയം മാറ്റി വെച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.